തെരഞ്ഞെടുപ്പ് പ്രവചനത്തിലെ മുടിചൂടാ മന്നന്മാരായ ഫലോദി സട്ടാ ബസാർ അമേത്തി ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട അവരുടെ ബെറ്റിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ BJP ഞെട്ടലിലാണ്. സ്മൃതി ഇറാനി ദയനീയമായി തോൽക്കുമെന്നാണ് സട്ടാ ബസാറിൻ്റെ പ്രവചനം. സട്ടാ ബസാറിൽ ഇപ്പോൾ അമേത്തി ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതിന് ബെറ്റ് വയ്ക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് 60 പൈസ മുതൽ 80 പൈസ വരെ മതി. സ്മൃതി ഇറാനിക്കാണെങ്കിൽ അത് ₹1 40 പൈസ, ₹1 20 പൈസ എന്ന റേറ്റിലാണ്. അതായത് ₹1 നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാണെങ്കിൽ നിങ്ങൾ 60 പൈസ മുതൽ 80 പൈസ വരെ വച്ചാൽ മതി. പക്ഷേ സ്മൃതി ഇറാനിയുടെ വിജയത്തിന് വലിയ റിസ്ക് എടുക്കണം. ₹1 40 പൈസ വരെയാണ് സ്മൃതി ഇറാനിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ബെറ്റിങ്ങിൽ നിക്ഷേപിക്കേണ്ടത്. അതായത് സ്മൃതി ഇറാനിയുടെ വിജയം വലിയ റിസ്കിലാണ് എന്നുള്ളത് സട്ടാ ബസാർ പ്രവചിക്കുന്നു. സട്ടാ ബസാറിൻ്റെ പ്രവചനങ്ങളിലെ വിശ്വാസ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെയും ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അവർ 90% വിജയസാധ്യത ഈ ബെറ്റിംഗ് രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർക്ക് നല്ല ശൃംഖലയുണ്ട്. രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ തെരഞ്ഞെടുപ്പ് പൾസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രവചനങ്ങളിൽ നിക്ഷേപിക്കാൻ ധാരാളമായ ആളുകൾ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ ഈ സട്ടാ ബസാറിൻ്റെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ അഭിമുഖം വന്നിരുന്നു. 300 കോടിയോളമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബെറ്റുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൻ്റെ സട്ടാ ബസാർ പ്രവചനത്തിൽ പോലും BJPക്ക് ദുഃഖിക്കാനാണ് ഏറെയും. ഏകദേശം 60 സീറ്റിലേക്ക് BJP താഴുമെന്ന നിലയിൽ സട്ടാ ബസാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവചനം വന്നിരിക്കുന്നു. BJPക്ക് ആദ്യഘട്ടത്തിൽ 330 സീറ്റ് വരെ പ്രവചിച്ചിരുന്ന ഈ ബെറ്റിംഗ് മാർക്കറ്റ് ഇപ്പോൾ BJPക്ക് കഷ്ടിച്ച് 270 എന്നുള്ള നിലയിലേക്കൊക്കെ എത്തുന്നു. ഓരോ ദിവസവും BJPയുടെ ഗ്രാഫ് താഴേക്ക് വരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചിലത് മാത്രമാണ് സട്ടാ ബസാർ ഓപ്പൺ ചെയ്യാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് അവർ ഓപ്പൺ ചെയ്തിരുന്നു. ഹൈദരാബാദിൽ ഒവൈസിക്ക് വേണ്ടി ബെറ്റ് വയ്ക്കാനാണ് ആളുകൾ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒവൈസിയുടെ വിജയം തന്നെയാണ് അവർ പ്രവചിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടന്നു. ഹിന്ദുത്വവും മുസ്ലിമും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണ് അവിടെ നടന്നത് എന്ന തരത്തിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായതുകൊണ്ട് തന്നെ അത് ഈ സട്ടാ മാർക്കറ്റിൽ വിശദമായ ഒരു ബെറ്റിങ്ങിലേക്ക് വന്നു. അവിടെ ഒവൈസിക്ക് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി അമേത്തിയുടെ ബെറ്റിംഗ് മാർക്കറ്റ് സട്ടാ ബസാർ ഓപ്പൺ ചെയ്യുന്നതും അവിടെ സ്മൃതി ഇറാനിയുടെ പരാജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കുന്നതും. അമേഠിയുടെ ഒരു ട്രെൻഡ് കിഷോരിലാൽ ശർമ്മയ്ക്ക് അനുകൂലമാണ് എന്ന് സട്ടാ ബസാർ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ സ്മൃതി ഇറാനിക്കുണ്ടായിരിക്കുന്ന എതിർപ്പാണ്. സ്മൃതി ഇറാനി ഒന്നും ചെയ്യാതെ ഡയലോഗ് അടിച്ച് നടക്കുകയായിരുന്നു എന്നുള്ള ഒരു നിലപാട് അവിടെ ആളുകൾക്കുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാനെത്തും എന്ന നിലയിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന അവസരത്തിൽ അവർ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നത് അതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സുഗമമായൊരു വിജയം അവിടെ നിന്ന് നേടാനാകുമെന്ന് 100% ഉറപ്പായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അപ്പുറത്ത് റായ്ബറേലിയിലേക്ക് പോയി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ സ്മൃതി ഇറാനി എന്ന BJPയുടെ ഹൈ പ്രൊഫൈൽ വനിതാ നേതാവ് ഒരു സാധാരണക്കാരനായ കോൺഗ്രസ് നേതാവിൻ്റെ കൈകളിൽ നിന്ന് പരാജയം രുചിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സട്ടാ ബസാറും പറയുന്നത്. അതിന് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. റായ്ബറേലിയിലും അമേഠിയിലുമായി പ്രിയങ്ക ഗാന്ധി ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ഇപ്പോൾ കിഷോരിലാൽ ശർമ്മയ്ക്ക് പകരം അവിടെ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്ന പ്രതീതി പോലും അവർക്ക് ജനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രിയങ്ക ഗാന്ധിയുടെ വിജയമായി കൂടി കണക്കാക്കാവുന്ന തരത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരും ഈ അമേഠിയുടെ ഇപ്പോഴത്തെ മാറ്റത്തെ കാണുന്നത്. പൊടുന്നനെ അമേഠി കോൺഗ്രസിന് അനുകൂലമായി വലിയ തോതിൽ മാറിയിരിക്കുന്നു എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ അമേഠിയുടെ ഈ സട്ടാ ബസാർ പ്രവചനം കൂടി എത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് ഒരുപാട് പ്രതീക്ഷകൾ പകരുന്നതാണ്. സട്ടാ ബസാർ എന്നത് വെറും വാതുവയ്പ് കേന്ദ്രമാണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആ സട്ടാ ബസാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രവചനം മോദിക്കും BJPക്കും അത്ര ശുഭകരമല്ല. പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ്
339 സീറ്റുകൾ വരെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പ്രവചിച്ചിരുന്ന സട്ടാ ബസാർ ഇപ്പോൾ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി 281 സീറ്റാണ് പ്രവചിക്കുന്നത്. അതായത് 3 ഘട്ടം അവസാനിക്കുമ്പോഴേക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്കു തന്നെ 60-ലധികം സീറ്റിൻ്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. സഖ്യകക്ഷികളുമായി ചേർന്ന് പോലും കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി എന്നാണ് വാതുവയ്പ്പുകാരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പുതിയ സൂചന. അപ്പോൾ ഈ സട്ടാ ബസാർ അവർ വാതുവയ്പ്പുകാരല്ലേ, അവർ കാശിന് വേണ്ടി എന്തെങ്കിലും പറയുന്നു എന്ന് നമുക്ക് സിമ്പിളായി പറഞ്ഞൊഴിയാമെങ്കിലും ഏറ്റവും ഒടുവിൽ നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് സട്ടാ ബസാർ പ്രവചിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് മുടിവി വന്നപ്പോഴേക്കും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അനുകൂലമല്ല കാര്യങ്ങളെന്ന് സട്ടാ ബസാർ പ്രവചിച്ചു. അപ്പോഴും ഒരു നേരിയ മുൻതൂക്കം കോൺഗ്രസിന് ഛത്തീസ്ഗഡിൽ നൽകിയിരുന്നു. പക്ഷേ പോളിംഗിന് തൊട്ട് മുമ്പ് സട്ടാ ബസാറിൻ്റെ പ്രവചനം വന്നപ്പോൾ വാതുവയ്പ്പുകാരുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി ഛത്തീസ്ഗഡിലും ബി ജെ പി മാറുന്ന കാഴ്ച കണ്ടു. അതായത് 3 ഇടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന് സട്ടാ ബസാർ അവരുടെ വാതുവയ്പ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ പ്രവചനം നടത്തിയിരുന്നു. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് ഏറെക്കുറെ ഈ രാഷ്ട്രീയ ട്രെൻഡൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് സട്ടാ ബസാറിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ ഭാഗമായി കാശുകൾ വാരിയെറിയുന്നത് എന്നതാണ്. അവിടെ ഈ വാതുവയ്പ്പുകാരുടെ പ്രിയപ്പെട്ട പാർട്ടി ഏത് എന്നതിനനുസരിച്ചാണ് അവിടെ സീറ്റുകളുടെ എണ്ണമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഈ വാതുവയ്പ്പ് നടത്തുന്നത് പോലെ തന്നെയാണ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ഓരോ ഘട്ട പോളിംഗും കഴിയുന്നതിനനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ പോളിംഗിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന സട്ടാ ബസാർ ബി ജെ പി ഒറ്റയ്ക്ക് 330 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ, സഖ്യകക്ഷികളോടൊപ്പം ചേർന്ന് 360 വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവർ, ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 260-ൽ താഴെ മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. വലിയ നഷ്ടം. 3 ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ 4ാം ഘട്ട പോളിംഗിലേക്ക് രാജ്യം കടക്കാനായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുകയാണ് എന്ന് സട്ടാ ബസാർ പറയുന്നു. അത് ശരിക്കും ഇപ്പോൾ ഈ ഗോദി മീഡിയ അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങളായാലും രാഷ്ട്രീയ നിരീക്ഷകരായാലും സർവേ വിദഗ്ധരായാലും ഒക്കെ 3 ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്: ബി ജെ പിക്കും മോദിക്കും കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത്. 400 സീറ്റ് എന്നുള്ള മുദ്രാവാക്യവുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കളം പിടിച്ചിരിക്കുന്നു എന്ന് പോളിംഗിന് മുമ്പ് പറഞ്ഞിരുന്നവർക്കൊക്കെ തിരുത്തി പറയേണ്ടി വരുന്നു. അതാണ് സട്ടാ ബസാറിലും സംഭവിക്കുന്നത്. ഒറ്റയടിക്ക് 330 സീറ്റിൽ നിന്ന് 281 സീറ്റിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.